ദൈവിക ചിന്ത വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാനും പറയുമ്പോൾ പ്രകൃതി ഒരു രൂപത്തിൽ വേറൊരു രൂപത്തിൽ അത് ദൈവമായിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നുണ്ട് ദൈവികത. പക്ഷേ ഇന്ന് എല്ലാ മതത്തിലും ഈ ദൈവികത കുറഞ്ഞു വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് പാടില്ല. ഏത് മതമായാലും ദൈവത്തിൽ വിശ്വാസം വേണം. കാരണം നമ്മൾക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഏത് മതക്കാരാണെങ്കിലും ദൈവത്തോട് അപേക്ഷകളാണ് വെക്കുന്നത്. ആ അപേക്ഷകൾ നിറവേറുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവശക്തി ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു പള്ളിയിൽ പോകുന്നതോ മോസ്കിൽ പോകുന്നതോ ഒരു അമ്പലത്തിൽ പോകുന്നതോ നിങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആരും ദൈവത്തിൻ്റെ മുന്നിൽ പോയി ചുമ്മാ നിന്ന് വരുന്നില്ല. നമ്മൾ ദൈവത്തിനോട് വയ്ക്കുന്ന എല്ലാ അപേക്ഷകളാണ്. ആ അപേക്ഷകൾ നമുക്ക് സാധകമായി വരുന്നില്ലേ, ജയിക്കുന്നില്ലേ, പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച ശേഷം അത് വിജയിക്കുന്നില്ലേ എന്ന് ആലോചിച്ചാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാകാൻ കഴിയും ദൈവശക്തി ഉണ്ട് എന്നുള്ളത്. ആരും കാണാത്ത ശക്തിയാണ്. പക്ഷേ എന്നാൽ പോലും ആ ദൈവശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഇനി വരുന്ന തലമുറകളെ ഇത് ദൈവികത പഠിപ്പിക്കാനും കഴിയണം. ഏത് മതം എന്നുള്ളത് മനുഷ്യനെല്ലാം ഒന്നാണ്. നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ പല മതങ്ങളാണെങ്കിലും നമ്മുടെ ദേഹത്ത് ഓടുന്ന ഒരേ ബ്ലഡാണ്, റെഡ് ബ്ലഡ്. അതുകൊണ്ട് ഏത് മതമായാലും കുഴപ്പമില്ല. പക്ഷേ ദൈവികത വളർത്തണം. ദൈവികത തീർച്ചയായും അത് ബിസിനസ്സിനും വളരെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ദൈവികതയെപ്പറ്റി സംസാരിക്കുന്നത്.